ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം. പിന്നെ നമ്മളിന്ന് ഇടാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ് വീഡിയോ മാത്രമാക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആക്കി ഇടുന്നുണ്ട്. അതായത് നമുക്ക് വേനൽക്കാലത്ത്, മഴക്കാലത്ത് പറ്റൂല, വേനൽക്കാലത്ത് നമുക്ക് ഫാബ്രിക് പെയിൻ്റ് ഇല്ലേ, കോഴിമുട്ടമ്മ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു ചെടിമ ഫിറ്റിങ് ചെയ്യാൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ അത് ജസ്റ്റ് വീഡിയോ എടുത്ത്. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നതെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ട് നോക്ക്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണേക്കാളും രസമുണ്ട് നേരിട്ടിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ അതങ്ങനെ കോഴിമുട്ട ഈ തോട് ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ ചെടിമ വെച്ച് കൊടുത്തിട്ടാണ്. ഇതിൽ ചില കോഴിമുട്ടേൻ്റെ ഹോൾസ് വലിയ ഹോൾസ് അതിൻ്റെ വെച്ചാൽ നമ്മൾ ചെറുതാക്കി വേണം കേട്ടോ. നമ്മളത് ചെറിയ ഹോൾസ് ആവണം, എന്നാലേ നമുക്ക് അതിന് കറക്റ്റ് നിൽക്കുള്ളൂ. അപ്പോൾ ചിലതൊക്കെ വലിയ ഹോൾസ് ആയതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ട് പിന്നീട് ബാക്കിയുള്ളതാണ് ഇപ്പോൾ നിൽക്കണത്. കാണാൻ നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നോക്ക് അത് നമുക്ക് കെട്ടുകമ്പി വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടൊക്കെ ചെയ്യാം. നല്ല രസമുണ്ടാവും. അത് ശരിക്കും ഇതാവും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ചെടി ആയതുകൊണ്ടാണ് ഇങ്ങനെ നല്ല വൃത്തിയിൽ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കെട്ടുകമ്പി വാങ്ങിച്ചിട്ട് അതിന്മേൽ ചെയ്യാം. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുമ്മേ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ നേരിട്ടിട്ട്. പിന്നെ നമ്മൾ ഇത്രയധികം കോഴിമുട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന്, ഇപ്പോൾ അടുക്കളയിലത്തെ ആവശ്യത്തിന് നമ്മൾ എടുക്കൂലേ, ആ എടുക്കുന്ന കോഴിമുട്ടേൻ്റെ തോട് നമ്മൾ കളയാതെ ഒരു കവറിലിട്ട് വെച്ചിട്ട് അങ്ങനെ ശേഖരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് കുറേ കോഴിമുട്ട ഇട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല. നമ്മളിത് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഒന്ന് ഉണക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ പെയിൻറ്റ് നമ്മൾ പോവും. അപ്പോൾ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചെടിമ വെക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.